വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 6-ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവർ പാടുവാനും പ്രാർത്ഥിക്കുവാനും കഴിയാതെ അവർ വിഷമത്തോടെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ കണ്ണുനീരിനെ നദിയോടാണ് ഉപമിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കണ്ണുനീരെപ്പോഴും നദിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ പറയുന്നത്, രാവും പകലും ഞാൻ കണ്ണീരൊഴുക്കും, രാത്രി യാമാരംഭങ്ങളിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃ സന്നിധിയിലേക്ക് പകരുക. നമ്മുടെ വിഷമത്തിൽ നമ്മുടെ കണ്ണുനീർ നദി പോലെ ഒഴുകണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ നദിയെ പരിശുദ്ധാത്മാവിനോട് ഉപമിക്കുന്നുണ്ട്. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. എന്നാൽ ഇതെന്താണെന്ന് മനസ്സിലാകാതെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ അടുത്ത പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവർ ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ആത്മാവിൻ്റെ നദി ചെല്ലുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ഉരുവാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പ്രാണികളും ജീവജാലങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ആലയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടേണ്ടത്. ഹല്ലേലൂയ. ആത്മീക അഭിഷേകത്തിൻ്റെ നദി ഉണ്ടാവണം. ഞാൻ ഇവിടെ കടന്നൊക്കെ വരുമ്പോൾ, ഈ 2008-ലാണ് ഈ സഭയിൽ കടന്നു വരുന്നത്. എല്ലാ മാസവും 1, 2, 3 സ്നാനങ്ങളുണ്ടായിരുന്നു. അന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നവർ, അഭിഷേകത്തിലുള്ളവർ, അവരുടെ നദി, കണ്ണുനീരിൻ്റെ നദി ഒഴുകിച്ചെന്ന് ആത്മാക്കളെ നേടുമായിരുന്നു. ഇന്ന് നമ്മുടെ കുറവുകളായിരിക്കാം, അതുണ്ടാകുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന സഭയ്ക്ക് അനിവാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാക്കളെ നേടണം. നമ്മുടെ കണ്ണുനീര് ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകണം, ജീവനുണ്ടാവണം, ആത്മാക്കളെ നേടണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവർ കരഞ്ഞത് ബാബിലോണിനെ ഓർത്ത്, ബാബിലോണിലെ കഷ്ടതയോ ബുദ്ധിമുട്ടുകളോ പീഡകളോ ഒന്നും ഓർത്തിട്ടല്ല, യെരൂശലേമിനെ ഓർത്താണ് അവർ കരഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്തോത്രം, നമുക്കും കരയുവാൻ കഴിയണം. അതുകൊണ്ട് തന്നെയാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, യഹൂദന്മാർക്ക് അവരുടെ എതിരെയുള്ള നിയമങ്ങൾ വന്നപ്പോൾ എസ്തേർ, ഹല്ലേലൂയ, തൻ്റെ ജീവനെ തന്നെ പകച്ച് കരഞ്ഞും ഉപവസിച്ചും ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കണ്ണീർ ഒഴുകേണ്ട ആവശ്യമുണ്ട്. ആത്മാക്കളെ നേടുവാൻ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിൽ നമ്മൾ ചെയിൻ പ്രയിലൂടെ പ്രാർത്ഥിച്ച് അതിൽ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ 31 പേരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ഒരു ദിവസം പോലും 10-12 പേരിൽ കൂടുതൽ വരുന്നില്ല. നമ്മളെ ഏൽപ്പിച്ച ദൗത്യസഭ അനേകരെ നേടുവാൻ, അനേകർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചത് നമ്മൾ സത്യസന്ധതയോടെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾക്ക് ആലോചിക്കണം. രാത്രി യാമാരംഭങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിലവിളിക്കുവാൻ കഴിയണം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവരുടെ സന്തോഷത്തിൻ്റെ ആരാധനയുടെ ഉപകരണമായിരുന്നു ഈ കിന്നരം. ഇതിങ്ങനെ തൂക്കിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഈ യൂഫ്രട്ടീസിൻ്റെ സൈഡിൽ തന്നെയാണ്. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ പറയുന്നു, അരളിത്തോടെന്നാണ് ഈ യൂഫ്രട്ടീസ് നദിയെ യെശയ്യാവ് കോട്ട് ചെയ്യുന്നത്. അരളിത്തോട്, അരളികൾ കൂടുതലുള്ളത് കൊണ്ട് അരളിത്തോടെന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് അടുത്ത 8-9 കൂടെ വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. എദോമിനോട് ദൈവം ആദ്യത്തെ അവരുടെ പ്രവാസത്തിൽ തന്നെ വാണിംഗ് കൊടുത്തതാണ്. അവർ പ്രവാസത്തിൽ നിന്നും മിസ്രൈമിൽ നിന്ന് കടന്നു വരുമ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ദേശത്തൂടെ ഞങ്ങൾക്കൊന്ന് കടന്നു പോകാൻ സമ്മതിക്കണം. എദോം പറഞ്ഞ്, ഇല്ല, കടന്നു പോയാൽ ഞങ്ങൾ വാളുമായി വന്ന് നിങ്ങളെ തടയും. എന്നാൽ യഹോവയാണ് അവർക്ക് വേണ്ടി പ്രതികരിച്ചത്. എൻ്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, അത് എദോമിന്മേലും ശപിതാർപ്പിതവർത്തുമേലും വെട്ടും. ഹല്ലേലൂയ. അന്നേ അവർക്ക് വാണിംഗ് കൊടുത്തതാ. എന്നാൽ ഹല്ലേലൂയ, രണ്ടാമത്തെ വട്ടം പീഡിപ്പിച്ചത് ബാബേലാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ, യെശയ്യാ 13:16 വായിച്ചാട്ടെ. ഭാര്യമാരെ അപമാനിക്കും. ഇത് തന്നെ യെശയ്യാ പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച അതേ വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിച്ചു കളയും, അവരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യും. എന്നാൽ ഇതിൽ ഒരു പടിയൂടെ മാറിയാണ് യോഹന്നാൻ പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലിയൊരു കല്ലെടുത്തെറിഞ്ഞ് പറയുന്നത്, ഹേമത്തോടെ அப்பொழுது பலமுள்ள தூதன் ஒருவன் பெரிய எந்திர கல்லையொத்த ஒரு கல்லை எடுத்து சமுத்திரத்திலே எறிந்து, இப்படியே பாபிலோன் மகாநகரம் வேகமாய் தள்ளுண்டு இனி ஒருபோதுം കാണപ്പെടാമർ പോകും. ഇങ്ങനെ ഹേമത്തോടെ എറിഞ്ഞു കളയുമെന്നാണ് പറയുന്നത്. എന്തിനാണ് ദൈവത്തിന് ഈ നഗരത്തോട് ഇത്ര കോപം? ഏറ്റവും ബൈബിളിൽ കാണുന്ന എല്ലാ പുരാണ അത്ഭുതങ്ങളിലെല്ലാം ഈ ബാബിലോണിലായിരുന്നു. എല്ലാവരും അവിടേക്കായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അവിടുത്തെ പടുകൂറ്റൻ കോട്ടകൾ 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ, ഏതാണ്ട് 87 അടി വീതിയിൽ 60 അടി ഉയരത്തിലുള്ള പടുകൂട്ടൻ കോട്ടകൾ. അതിൻ്റെ മുകളിൽ കൂടെ എപ്പോഴും ജാഗരൂകരായ അംഗരക്ഷകർ രഥത്തിൽ കൂടി ഇങ്ങനെ റോന്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അതിൽ ആയുധപ്പരകൾ, പാണ്ഡികശാലകൾ, ധാന്യപ്പുരകൾ, ഭരണം നിയന്ത്രിക്കുന്നവർ താമസിക്കുന്ന, ഇങ്ങനെയുള്ളവരെല്ലാം താമസിക്കുന്നതാണ് ഈ കോട്ടമതിലിൽ. ദാനിയേലും അവിടെ തന്നെയാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെയാണ് യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്നിട്ടവൻ 3 നേരം പ്രാർത്ഥിച്ചത്. ആ കോട്ടയിൽ ഒരാൾക്കും കടക്കുവാൻ കഴിയില്ല. എപ്പോഴും മുകളിൽ ബൈനാക്കുലേറ്ററിലും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ദൂരദർശിനി കൂടെ അവരെ ഓരോന്നും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ കോട്ടയിൽ കടക്കുവാൻ കഴിയത്തില്ല. അഥവാ എങ്ങനെയെങ്കിലും അതിൽ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചുറ്റിനും തോട് കുത്തിയിട്ട് യൂഫ്രട്ടീസിലെ വെള്ളം ഇസ്രയേലിലെ അടിമകളെ കൊണ്ട് ചക്രം കൊണ്ട് ചവിട്ടി അതിൽ നിറച്ചിട്ട് മുതലകളെ വളർത്തും. ആ മുതല പോയി കഴിക്കും. അങ്ങനെ ഒരിക്കലും ആ കോട്ടയിൽ കടക്കുവാൻ കഴിയത്തില്ല. ആ കോട്ടയിലാണ് ഹല്ലേലൂയ, സ്തോത്രം, യഹോവ അരുളി ചെയ്യുന്നത്. യെശയ്യാ 44:28 പറയുന്നു, കോരശന്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും, യെരൂശലേം പണിയപ്പെടും, ആലയത്തിന് അടിസ്ഥാനമിടും. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെ സങ്കീർണമായ ഒരു സ്ഥലത്തേക്ക് യഹോവ പറയുകയാണ്, കോരശ് ചെന്ന് എൻ്റെ ജനത്തെ വീണ്ടെടുക്കും. അവൻ ജാതികനാണ്, അഗ്നിയെ ആരാധിക്കുന്നവൻ. ആ കോരശിനെയാണ് ദൈവം തൻ്റെ മക്കളെ വിടുവിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. പേർഷ്യൻ രാജാവായ കോരശും അവൻ്റെ അമ്മായിയപ്പനായ മേദ്യ രാജാവായ ദാരിയവേശും ഈ കോട്ടയെ ആക്രമിക്കുവാൻ കോരശ് തീരുമാനിച്ചപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു, എന്നാൽ അവനെക്കാട്ടും മുൻപേ ഈ കോട്ടയിൽ ഞാൻ കടന്നു കയറണം. അതാണ് നമ്മൾ വായിച്ചത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ. 6ാമത്തെ ദൂതൻ തൻ്റെ കലശം യൂഫ്രട്ടീസിൽ ഒഴിച്ചപ്പോൾ അതിൽ കിഴക്കുനിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം പറ്റിപ്പോയി. ഈ കോട്ടയുടെ നടുവിൽ കൂടെയാണ് യൂഫ്രട്ടീസ് ഒഴുകുന്നത്. അതിലെ വെള്ളം പറ്റിയപ്പോൾ ദാരിയാവേശും അവൻ്റെ പടജനങ്ങളും ഒട്ടകങ്ങളിലും കഴുതകളിലും കുതിരകളിലുമൊക്കെ ആയുധങ്ങൾ കെട്ടി കച്ചവടക്കാരെ പോലെ അവിടെ കടന്നുകൂടി. എന്നാൽ കോരശ് വരാൻ സമയമായപ്പോൾ ദൈവം
അന്നത്തെ ഭരണാധികാരിയ ബെൽസസറിൻ്റെ അവനെ തോന്നിപ്പിച്ചു 1000 മഹത്തുക്കൾക്കൊരു വിരുന്നൊരുക്കുവാൻ. അതായത് ഈ കോട്ടയ്ക്ക് 101 വാതിലുകളാണ്. ഒരു വാതിൽ അവരുടെ ദേവതയുടെ പേരുള്ള സെമിറാമിസ് വാതിൽ, ബാക്കി 100 വാതിലുകൾ. ഏത് വാതിൽ എന്ന് തുറക്കുമെന്ന് ആർക്കും അറിയത്തില്ല. രാജാവിനും അവരെ പടജനങ്ങൾക്കും മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഒരാൾക്കും അതിൽ കടക്കുവാൻ കഴിയത്തില്ല. ഈ കോട്ടയിലേക്ക് കടക്കുവാൻ ബുദ്ധിമുട്ട് ആവരുതെന്ന് വെച്ചിട്ട് ദൈവമാണ് യുദ്ധത്തിനായി ഇറങ്ങിയത്. ദൈവം ഹല്ലേലൂയ അവൻ്റെ മനസ്സിൽ തോന്നിച്ചു ഒരു മഹത്തുക്കൾക്കൊരു വിരുന്നൊരുക്കുവാൻ. 1000 പേരുടെ കൂടെ എത്ര പേര് വന്നെന്നറിയത്തില്ല. അവരുടെ അംഗരക്ഷകർ, അവരുടെ ഉപദേശകർ, അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ, 1000കണക്കിന് ആളുകൾ വരുമ്പോൾ ഒരു വാതിൽ തുറന്നാൽ പറ്റത്തില്ല. എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്തു. അങ്ങനെ അവിടെ പാർട്ടി തുടങ്ങി. അവർ മദ്യപിച്ചു, മതോമത്തരായി. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഇവനൊരു ആശ. യെരുശലേം ദേവാലയത്തിൽ നിന്ന് നെബൂഖദ്നേസർ കൊള്ളയിട്ട് കൊണ്ടുവന്ന പാത്രങ്ങൾ, ചഷകങ്ങൾ, കാസകൾ, സ്വർണം കൊണ്ടുള്ള കപ്പുകൾ ഒക്കെ എടുത്തുകൊണ്ടുവന്ന് അത് അവനും അവൻ്റെ വെപ്പാട്ടികളും അതിൽ കുടിക്കുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ കൊണ്ടുവന്ന ധനം എല്ലാം അവർ സ്വരൂപിച്ചത് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അവിടേക്ക് ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല. അവിടെ ഷണ്ണന്മാർ കാവൽ നിൽക്കുകയാണ്. അവരെ കണ്ണുവെട്ടിച്ച് താഴേക്ക് ചെന്നാൽ ആ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുന്ന യൂബെട്ടത്തിൽ മുങ്ങി മരിക്കും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, യെശയ്യാ 45:3 പറയുന്നു, ഹല്ലേലൂയ, நானே என்று நீ அறியும்படிக்கு வெண்கல கதவுகளை உடைத்து இருப்பு தாழ்பாள்களை முறித்து அந்தகாரத்தில் இருக்கிற பொக்கிஷங்களையும் ஒளிப்பிடத்தில் இருக்கிற புதையல்களையும் உனக்கு கொடுப்பேன். நான் என் தாசனாகிய யாக்கோபின் நிமித்தவும் நான் தெரிந்து கொண்ட இஸ்ரவேலின் நிமித்தவும் நான் உன்னை பேர் சொல்லி அழைத்து நீ என்னை அறியாதிருந்தும் உனக்கு நாமம் தரித்தேன். നിന്റെ പേർ ഒന്നുവിട്ട് വായിച്ചു. கர்த்தராகிய நான் அபிஷேகம் பண்ணின கோரேசுக்கு முன்பாக ஜாதிகளை கீழ்ப்படுத்தி ராஜாக்களின் இடைக்கட்டுகளை அவிழ்க்கும்படிக்கும் அவனுக்கு முன்பாக வாசல்கள் பூட்டப்படாதிருக்க கதவுகளை திறந்து வைக்கும்படிக்கும் அவனை பார்த்து அவன் വലതുകൈയെ പിടിത്തുകൊണ്ട് അവനുക്ക് சொல்லுகிறதாவது, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. യഹോവ പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കും. ഞാൻ നിനക്ക് മുൻപായി നടക്കും. നമ്മുടെ ദൈവം അതാണ്. നമ്മുടെ പ്രതികൂലങ്ങളിൽ പ്രതിഘട്ടങ്ങളുടെ സമയങ്ങളിലൊക്കെ നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ ഉണ്ടെന്നല്ല, ഞാൻ നിനക്ക് മുൻപാകെ പോകും. നമ്മുടെ ഏത് പ്രതികൂലങ്ങളാണെന്ന് പറഞ്ഞാലും നമുക്ക് മുൻപേ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ സ്തോത്രം. ആ ദൂതന്മാർ ചെന്ന് ഹല്ലേലൂയ അവർ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് നമുക്കായി അവൻ വഴികൾ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ജാതികനായ കോരശിന് ദൈവം വഴിയൊരുക്കുകയാണ്. ഇത്രയും ദൈവത്തിന്റെ ജനത്തെ വിടുവിക്കുവാൻ ഒരു ജാതികൻ വന്നപ്പോൾ ദൈവം അവനെ മറന്നു കളഞ്ഞില്ല. ഹല്ലേലൂയ സ്തോത്രം. അതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ, ഹല്ലേലൂയ സ്തോത്രം, വായിച്ചു. ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും. എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ തമിഴ് കൂടെ വായിച്ച போனலானவைகளை சுவையாக்குவேன். உன்னை பேர் சொல்லி அழைக்கிற இஸ்ரவேலின் தேவனாகிய கர்த்தர் நானே என்று நீ அறியும்படிக்கு வெண்கல கதவுகளை உடைத்து இருப்பு தாழ்பாள்களை முறித்து அந்தகாரத்தில் இருக்கிற பொக்கிஷங்களையும் ஒளிப்பிடத்தில் இருக்கிற புதையல்களையும் உனக்கு கொடுப்பேன். അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. യഹോവ ഇതൊക്കെ ചെയ്യുമ്പോൾ യഹോവ ആരാണെന്ന് അവൻ അറിയണം. ഞാൻ യഹോവ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ തന്നെയാണ് യഹോവ. എൻ്റെ നാമം ഞാൻ അന്യ ദൈവങ്ങൾക്ക് കൊടുക്കത്തില്ല, ഒരു വിഗ്രഹങ്ങൾക്ക് കൊടുക്കത്തില്ല.
ഞാൻ തന്നെ യഹോവ. ഹല്ലേലൂയ. ആ യഹോവ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളും ഞാൻ തരും. ഹല്ലേലൂയ. അതാണ് ബെൽസസർ ഈ നിലവറയിൽ നിന്നു, അവിടെ ആർക്കും കടന്നു ചെല്ലുവാൻ കഴിയത്തില്ല, അത്രയ്ക്ക് സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ്. അവിടെ കോരശിനത് കാണേണ്ടതിന് വേണ്ടി ആ കതകുകളെല്ലാം തുറന്നിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ദൈവമക്കളെ വിടുവിക്കുമ്പോൾ തന്നെ കോരശ് അവിടുത്തെ യെരുശലേം ദേവാലയത്തിൽ ഓരോ പാത്രങ്ങളും സ്പൂണുകൾ വരെ എണ്ണിയെടുക്കുകയും അവൻ്റെ നിക്ഷേപങ്ങളെല്ലാം അവൻ എടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അതാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തുവേലും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ തള്ളി മറന്നു കളയുകയില്ല. ദൈവം നമുക്കതിൽ നിന്ന് 100 ഇരട്ടി തന്നും സഹായിക്കും. ഇസ്രായേൽ മക്കൾ, ഹല്ലേലൂയ സ്തോത്രം, അവിടുന്ന് വിടുവിച്ച് വന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് സമാഗമന കൂടാരം പണിയേണ്ടതിന് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നല്ല മനസ്സുള്ളവരോട് മാത്രം വാങ്ങണമെന്ന്. എന്നാൽ അവർ നല്ല മനസ്സോട് അവരിലുള്ളത് എല്ലാം കൊടുത്തു. ഹല്ലേലൂയ. എന്നാൽ ആ ദൈവം അവരെ മറന്നില്ല. 40 വർഷം അവരുടെ ചെരുപ്പ് തേയുവാൻ ദൈവം അനുവദിച്ചില്ല, അവരുടെ വസ്ത്രം മങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ മറക്കുകയില്ല, അവൻ സമർത്ഥമായി അനുഗ്രഹിക്കും. ഈ ഹല്ലേലൂയ സ്തോത്രം ഇത്രയും വലിയ കോട്ടയിൽ, ഹല്ലേലൂയ, അവൻ ചെല്ലുമ്പോൾ എല്ലാ വാതിലും തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവിടെ യഹൂദ റബ്ബിമാർ ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, നീയാണോ കോരശ്? അവൻ പറഞ്ഞു, അതെ. എന്നാൽ 600 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്നു, നീ വന്ന് ഞങ്ങളെ വിടുവിക്കുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഇതാണ് ഈ സത്യവേദ പുസ്തകം മുൻപേ എഴുതി വച്ചിരിക്കുകയാണ്. കോരശ് ജനിച്ചിട്ടില്ല, അവൻ്റെ അപ്പൻ ജനിച്ചിട്ടില്ല, അവൻ്റെ അപ്പൻ്റെ അപ്പൻ ജനിച്ചിട്ടില്ല. എന്നാൽ അവനെപ്പറ്റി ബൈബിൾ എഴുതി വെച്ച്, പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും, യെരുശലേം പണിയപ്പെടും, ആലയത്തിന് അടിസ്ഥാനമിടും. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തായിരുന്നു എല്ലാവരും വന്ന് പാർത്തുകൊണ്ടിരുന്നത്. ഈ 18-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ വൈണികന്മാർ, കുഴലൂത്തുകാർ, കാഹളക്കാർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സംഗീത പരിപാടികൾ ഉണ്ടായിരുന്നു, കുഴലൂതുന്നവരുണ്ടായിരുന്നു. അവർ ഇനി അതൊന്നും കാണുകയില്ല. അവിടെ ഒന്നും പണിയുന്ന കൗശലക്കാരുണ്ടാവുകയില്ല, അതായത് എഞ്ചിനീയർമാരുണ്ടാകത്തില്ല. വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കെ എഞ്ചിനീയർമാർ ഇനി അവിടെ ഉണ്ടാകുകയില്ല. അവിടെ ഇനിയും ഇരുട്ടുണ്ടാകുകയില്ല, വെളിച്ചമുണ്ടാകുകയില്ല, ഇരുട്ടായി പോകും. ഹണിമൂണിനായി വന്നിരിക്കുന്നവർ ഇനി അവിടേക്ക് വരികയില്ല. മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം ഇനി അവിടെ കേൾക്കുകയില്ല. ഇത്രയും എന്തുകൊണ്ട് ആളുകൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പുരാണത്തിലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ അവിടെയായിരുന്നു. ആകാശത്ത് തൂക്കിയിട്ടിരിക്കുന്ന നെബൂഖദ്നേസർ പണി കഴിപ്പിച്ച ഹാങ്ങിങ് ഗാർഡൻ, ഒരു പൂന്തോട്ടം. മലയുടെ മണ്ടയ്ക്ക് വലിയൊരു ബിൽഡിംഗ് മേടിച്ച് അത് മുഴുവൻ ചെടികൾ നട്ടുകെട്ടു. ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂന്തോട്ടമായിട്ടേ തോന്നത്തുള്ളൂ. അവൻ പറഞ്ഞു, എൻ്റെ ധനമഹാത്മ്യത്തിന് ഞാൻ നിർമ്മിച്ച മഹതിയാം ബാബിലോൺ അല്ലയോ. ഇത് പറഞ്ഞപ്പോൾ അവൻ അനുഭവിച്ച കഷ്ടമൊക്കെ നമുക്ക് ഇപ്പോൾ വിവരിക്കാനുള്ള സമയമില്ല. അതുപോലെ തന്നെ ദൂരാ സമഭൂമിയിൽ 6 മുഴം വീതിയിൽ 60 മുഴം ഉയരത്തിലുള്ള വിഗ്രഹം. അതുപോലെ തന്നെ ഇവരെ സിംഹത്തിനിടുവാൻ വേണ്ടി വലിയ വലിയ ആളുകൾ ഇരുന്ന് കാണുവാനുള്ള ഗാലറികൾ പണിതിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു അവിടെ കാണുവാൻ. അതിലും ഈ കോട്ട കാണുവാനും ഈ കോട്ടയ്ക്ക് യൂഫ്രട്ടീസ് മറുകണ്ഠമായിട്ട് പോകുവാനുണ്ടായിരിക്കുന്ന സ്വർണ്ണ പാലം, അതിൽ വെട്ടമടിക്കുമ്പോൾ യൂഫ്രട്ടീസിലെ വെള്ളമൊക്കെ സ്വർണ്ണ കളറാകും. അങ്ങനെ ഒരുപാട് കാണുവാനുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ ഹണിമൂൺ ട്രിപ്പ് ഇവിടേക്കായിരുന്നു. ആ ദേശത്തെയാണ് ദൈവം പറഞ്ഞത്, ഞാൻ ഹേമത്തോടെ എറിഞ്ഞു കളയും. നമ്മൾ ഇന്നലെ വരെ എങ്ങായിരുന്നു എന്നുള്ളതല്ല, ഇന്ന് നമ്മൾ എന്താകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെയാണ് ഹല്ലേലൂയ സ്തോത്രം ദാവീദ് പറഞ്ഞത്, നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. ആ രക്ഷയുടെ സന്തോഷം എന്നിൽ പുതുക്കി നൽകണമേ. ആ രക്ഷ നമ്മളിൽ നിന്ന് സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പുതുക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അനേകർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, വചനം
നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സഭകൾ തകർക്കപ്പെടുമ്പോൾ നമുക്ക് കരയുവാൻ കഴിയണം. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞൊരു വാക്യമുണ്ട്, ഈ സമയം നീ മിണ്ടാതിരുന്നാൽ യഹൂദന് മറ്റൊരുത്തുനിന്ന് രക്ഷയും ഉദ്ധാരണവും ഉണ്ടാവും, നീയും നിന്റെ പ്രതിഭവനവും നഷ്ടപ്പെട്ടു പോവും. നമ്മൾ വിചാരിച്ചേക്കാൻ നമ്മൾ എന്തിനാ കരയുന്നത്? നാളത്തെ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തെ കൂടെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ മാതാപിതാക്കൾ കരഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് സന്തോഷത്തോടെ. അവരുടെ യാത്രയുടെ യാമാരംഭങ്ങളിൽ എഴുന്നേറ്റിരുന്ന് നമുക്ക് വേണ്ടി നിലവിളിച്ചു. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ടോ? തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന ഒരു സമയത്താണ് ജീവിക്കുന്നത്. കോട്ടയും വക്രതയുമുള്ള തലമുറയുള്ള ഒരു ടൈമാണ്. നമ്മുടെ പ്രാർത്ഥന ശക്തമായിരിക്കണം. കണ്ണുനീരൊഴുക്കണം അനേകർക്ക് വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ 13:19 മുതൽ ഒന്ന് വായിച്ചാട്ടെ. 19-20. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിലൊരു നാളും കുടിപ്പാർപ്പുണ്ടാകിയില്ല. തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ നിന്ന് കൂടാരം അടിക്കുകയില്ല. ദേവന്മാർ അവിടെ ആടുകളെ കെടുത്തുകയുമില്ല. രാജ്യങ്ങൾ അലങ്കാരമും കൽദയരുടെ പ്രധാന മഹിമയുമാകിയ ബാബിലോനാണത്. தேவனால் சோதோமும் கொமோராவும் கவிழ்க்கப்பட்டது போல கவிழ்க்கப்படும். இனி ஒருபோதும் அதில் ஒருவரும் குடியேறுவதும் இல்லை. தலைமுறைதோறும் அதில் ஒருவரும் தங்கி தரிப்பதும் இல்லை. அங்கே அரேபியൻ കൂടാരം പോടുവതും ഇല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പറയുന്നു സൊദോം ഗൊമോറ എങ്ങനെയാണ് തകർത്ത് കളഞ്ഞത്, അതുപോലെ ഹല്ലേലൂയ ബാബിലോണിനെ ദൈവം തകർത്ത് കളയും. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, നിന്നോട് ചെയ്തതുപോലെ തന്നെ നീ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ആലയം നശിപ്പിച്ചിട്ട് വലിയ കലപ്പകൾ കൊണ്ട് ആനയെ കൊണ്ട് വലിച്ച് ആലയത്തിൻ്റെ അടിസ്ഥാനം വരെ ഇളക്കി കളഞ്ഞു. മതിൽ തീ വെച്ച് കളഞ്ഞു. ഹല്ലേലൂയ, മതിൽ ഇടിച്ച് അതിൻ്റെ വാതിൽ തീ വെച്ച് കളഞ്ഞു. അതുപോലെ തന്നെ അവരോട് ചെയ്തു. അവിടെ ഹല്ലേലൂയ പറഞ്ഞു, അവിടെ മൂങ്ങകൾ വസിക്കും, ഭൂതങ്ങൾ നൃത്തം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അറബിക്കാരൻ കൂടാരമടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഹല്ലേലൂയ ഒരാൾക്കും അവിടെ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ സമയം വരെ ആ തകർന്ന ബാബിലോൺ പണിയപ്പെട്ടിട്ടില്ല. കാരണം അറബിക്കാരൻ അവിടെ കൂടാരമടിക്കത്തില്ല. ദൈവവചനമാണ് പറയുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ മുമ്പായിരുന്ന എന്തൊന്നല്ല ദൈവം അന്വേഷിക്കുന്നത്, ഇന്ന് നീ നേരോട് ആണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഞാൻ എനിക്ക് വേണ്ടി അല്ലാതെ ഒരാത്മാക്കളെ നേടുവാനോ സഭയുടെ മുന്നേറ്റത്തിനായോ ഞാൻ ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. അത് നമ്മൾ ചിന്തിക്കേണ്ടതും അതിനായി നമ്മൾ ഒരുങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്കതിനായി സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് ഈ സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം.